8 വനിതാ എസ് ഐമാരുടെ നേതൃത്വത്തിൽ 40ഓളം വനിതാ പോലീസ് അനുഗ്രഹം കിട്ടട്ടെ, ദോഷങ്ങൾ തീരട്ടെ. ഉപ്പുമാവുണ്ട്, ഇഡ്ഡലി, സാമ്പാർ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലത്തി വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുനാവായയിലാണ്. അതായത് കർക്കിടക വാവ് ബലിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അതിന്റെ വീഡിയോ ആണ്. അപ്പോൾ തിരുനാവായയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് തിരുനാവായ ശ്രീ നവാമുകുന്ദ ക്ഷേത്രം. അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിയിൽ, അതായത് തിരൂരിന്ന് കുറ്റിപ്പുറം റോട്ടിൽ തിരുനാവായ റൂട്ടിൽ വരുമ്പോൾ ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് കാണാം. വരുന്ന വഴിയിലുള്ള ക്യൂ ഒരുപാടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് വരെയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പോയി നോക്കാം. അതേപോലെ തന്നെ കുറ്റിപ്പുറത്തുനിന്നും തിരൂരിനും നടുക്കായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ തിരുനാവായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വരുന്നവർക്കാണെന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് കിട്ടും, അതെല്ലാം ഓട്ടോ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയി വെക്കാം. തിരുനാവായ ശ്രീ നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബലിതർപ്പണത്തിനുള്ള ഇത് എന്താ പറയാ ടിക്കറ്റ് കൊടുക്കുന്ന ക്യൂ. അവിടെയാണ് കൗണ്ടറിൻ്റെ ക്യൂ വരുന്നത്. നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് പോകട്ടോ. അതിൻ്റെ ചായക്കട അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഹായ്. ക്ഷേത്രത്തിൻ്റെ അകത്തിൽ വരുന്ന മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്താണ്. പക്ഷെ ഇതിൽ കൂടെ അല്ല വരി വരുന്നത്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അമ്പലത്തിൻ്റെ ആ ഒരു റോഡിലാണ്. ഇതിൽ കൂടെ ഈ എൻട്രൻസ് ഇല്ല. ഇവിടെ അതായത് ബലിതർപ്പണം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ ക്യൂ ആണ് കേട്ടോ. വരിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല തിരക്കാണ്. ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു തിരക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ മുകളിൽ ഈ പന്തലും ഇതായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ട് നടക്കും. വരിയില്ലാന്നുണ്ടെങ്കിൽ പന്തലില്ലാന്നുണ്ടെങ്കിൽ പണിയാവും കേട്ടോ. ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇതെല്ലാം ബലിതർപ്പണം കഴിഞ്ഞ് വരുന്ന ആളുള്ള തിരക്കുണ്ട്. നല്ല തിരക്കാണ്. ഇന്നലെ രാത്രിയൊക്കെ വന്നവരാണെന്നാണ് നമുക്കിവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ സൈഡിലെല്ലാം അമ്പലത്തിന്റെ പൊരി വെക്കുന്നു. അമ്പലത്തേക്ക് പോകാനുള്ള ആളുടെ ചെപ്പ് കൊടുന്നിട്ട സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഇതാണ് അമ്പലം വരുന്നത്. ഇതിനപ്പുറത്താണ് ബലിതർപ്പണം എല്ലാം വരുന്നത്. പിന്നെ അമ്പലത്തിന്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അവിടെ ബലികർമ്മങ്ങൾക്ക് രസീത് നൽകുന്ന സ്ഥലം വേണ്ടിയിട്ട് ഒരു കൗണ്ടർ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ അല്ല കൊടുക്കുന്നത്. ഇപ്പോൾ തിരക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് ഓഫീസേഴ്സിൻ്റെ വണ്ടികളെല്ലാം ഉണ്ട്. നമസ്കാരം. നമ്മുടെ കർക്കിടക ബാഹുബലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരുനാവായ ക്ഷേത്രത്തിൽ നമ്മൾ പോലീസിൻ്റെ വിപുലമായിട്ടുള്ള ബന്ദോബസ്ത് അറേഞ്ച്മെൻറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
അതുപ്രകാരം ഇപ്പോൾ SP അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ അഡീഷണൽ SP ബിജുരാജ് സാർ, അതുപോലെ തന്നെ തിരൂർ DYSP സിദ്ദിഖ് സാറ്, പിന്നെ തിരൂർ IPA, അതുപോലെ പെരുമ്പടപ്പ്, കുറ്റിപ്പുറം, വളാഞ്ചേരി ഇൻസ്പെക്ടർമാരുടെ എല്ലാവരും നേതൃത്വത്തിൽ നമുക്ക് ഏകദേശം 350ഓളം പോലീസുകാരാണ് നമ്മൾ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സേവാഭാരതിയുടെ പിന്നെ ആളുകളും നമ്മളെ സഹായത്തിനായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് നമ്മുടെ ഡ്യൂട്ടി ആരംഭിച്ചത്. ഇപ്പോൾ ക്രമാതീതമായിട്ടുള്ള തിരക്ക്, കാലാവസ്ഥ വളരെ അനുകൂലമായ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിരിക്കലും വേറെ അനിഷ്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ നല്ല രീതിയിൽ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ട്രാഫിക് കൺട്രോൾ, അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഈ സ്നാച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മഫ്തിയിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള വലിയൊരു പിന്നെ ടീമിനെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ വനിതകൾ കൂടുതൽ, ഭക്തജനങ്ങൾ കൂടുതൽ വനിതകളായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം 8 വനിതാ SIമാരുടെ നേതൃത്വത്തിൽ 40ഓളം വനിതാ പോലീസുകാരെ മാത്രമായിട്ട് ഈ കാര്യങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ക്ഷേത്ര അധികൃതരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ തൊഴാൻ സാധിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. എല്ലാവരും പോലീസിൻ്റെയും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിൻ്റെ എല്ലാം തന്നെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇത് നല്ല ഒരു അനുഭവമായിട്ട് മാറ്റാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി. ഇത് അമ്പലത്തിൻ്റെ ഒരു ഓഫീസാണ് വരുന്നത്. ഇവിടെ ഈ ഒരു അന്വേഷണം കാര്യങ്ങളെല്ലാം വരുന്നത് ഈ കാണുന്നതാണ് അമ്പലം വരുന്നത് കേട്ടോ. നവമുകുന്ദ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗമാണ് വരുന്നത് കേട്ടോ. ഇവിടെ എല്ലാം തിരക്ക് ഉണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ടാണ് ബലിതർപ്പണം കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൻ്റെ അകത്ത് കാണുന്നത് അങ്ങോട്ടാണ് വരുന്നത്. അവിടെ ഉണ്ടാകും വരുന്നത് അതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴൻ്റെ ഭാഗമാണ് അത് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റുമെന്നുള്ള അറിയില്ല. ഏതായാലും ചോദിച്ചാൽ ഇവിടെ നല്ല തിരക്കാണ്. നമ്മളെല്ലാവരും നേരത്തെ നിന്ന പോലെ തന്നെ ഇരിക്കലും നേരത്തെ നിന്ന പോലെ തന്നെ ഒരു കൂടുതലെല്ലാവരും 2 കൈ മേപ്പോട്ടാവാൻ 2 കൈ മേപ്പോട്ടാവാൻ വിശ്വോദയോടും എതിർപ്പോടും കൂടി ഇവിടെ
ബലിതർപ്പണം കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല ഇതിൽ നടക്കുന്നുണ്ട്. മഴ ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. ഈ ഒരു ക്യൂ ഭക്ഷണത്തിൻ്റെ ആണ് കേട്ടോ. ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ടീമുണ്ട് ഇവിടെ, പാലക്കാടുള്ള അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് അതിനോട് പോയി നോക്കാം. ഇതാണ് ഭക്ഷണത്തിൻ്റെ കൗണ്ടർ തന്നെ. ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള ഹോളിൽ വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള തിരക്കാണ് ഈ കാണുന്നതായിട്ട്. തിരുനാവായ ശ്രീ നവാമുകുന്ദ ക്ഷേത്രത്തിൽ അന്നദാനം കൊടുക്കുന്ന ഈ ഒരു കിച്ചണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പം കിച്ചണിൽ ഇവിടെ ഇഡ്ഡലി, സാമ്പാർ, അതേപോലെ തന്നെ ചെട്ടിനാട് സ്റ്റൈൽ കിച്ചടി, തമിഴ്നാട് സ്റ്റൈൽ കിച്ചടി, ചായ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്നത് ഒരു സംഘടനയായിട്ടാണ് ഇത് കൊടുക്കുന്നതായിട്ടാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവരതിൻ്റെ മെയിൻ ആൾക്കാർ നമ്മളിവിടെ കാണാം. അപ്പോൾ അവരായിട്ട് സംസാരിക്കും. ഇത്രയും വലിയ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചട്ടിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് നോക്കാം. ഇതെല്ലാം അവർ അവിടെ നിന്ന് കൊണ്ടുവന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ. അതേപോലെ തന്നെ സ്റ്റാഫുകൾ അവിടെ നിന്ന് കൊടുന്നാൽ മതി. ഡീറ്റെയിൽ ചോദിച്ചു നോക്കട്ടെ. ഇഡ്ഡലിയും സാമ്പാറാണ് ഇവരിവിടെ കൊടുക്കുന്നത്. അതേപോലെ ഉപ്പുമാവുണ്ട്. ഇഡ്ഡലി, സാമ്പാർ, ഉപ്പുമാവ്, ഇതാണ് വേറെ ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീകുമാർ. ഞങ്ങൾ കോയമ്പത്തൂരിലെ മലയാളി സുഹൃത്തുക്കൾ, കോയമ്പത്തൂർ സെറ്റിലായിട്ടുള്ള മലയാളി സുഹൃത്തുക്കൾ ചേർന്നിട്ട് കഴിഞ്ഞ 19 കൊല്ലമായിട്ട് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലെ അന്നദാനം നടത്തുന്നുണ്ട്. 19 കൊല്ലത്തിന് മുമ്പ് ഞങ്ങളുടെ ഇവിടെ ബലിദർപ്പണത്തിന് വന്നപ്പോൾ ഫുഡിൻ്റെ ഒരു അഭാവം കാരണം ഞങ്ങളുടെ വഴിപാടായി ഇത് ഇവിടെ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പേരിൽ കഴിഞ്ഞ 19 കൊല്ലമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കൊടുക്കുന്ന ഐറ്റം കിച്ചടി, തമിഴ്നാട് സ്റ്റൈലിലുള്ള കിച്ചടി, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, കട്ടൻ ചായ. പിന്നെ ഇതിലേക്ക് ഞങ്ങളുടെ 10-25 പേര് അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് തന്നെ പിന്നെ പണിക്കാർ കൊണ്ടുവരികയാണ്. ഉദ്ദേശം 25,000 മുതൽ 30,000 ആൾക്കാർക്ക് ഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നതാണ്. രാവിലെ 2:30 മുതൽ തുടങ്ങി ഉച്ചയ്ക്ക് ഒരു 12 മണി വരയ്ക്കും കൊടുക്കും. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ, പിതൃക്കളുടെ അനുഗ്രഹം കിട്ടട്ടെ, ദോഷങ്ങൾ തീരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി വരുന്ന കർമ്മികൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ബിസിനസ്സാണ്. ഇഡലിക്കുള്ള മാവ് ഇതാ റെഡി ആക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് ഇപ്പോൾ കാണുന്നത്. മാവ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, സ്റ്റാഫുകളായിട്ടും അതേപോലെ തന്നെ ഇതിന് മെയിൻ ആളുകളായിട്ടൊക്കെ. ചായൻ്റെ വെള്ളം അത് അവിടെ റെഡി ആവുന്നു. അവിടെ ക്ലീനിങ് നടക്കുന്നു. ഇവിടെ സാമ്പാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പാറിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കിച്ചടി കേട്ടോ, കിച്ചടി ചൂടാറാൻ വെച്ചതാണെന്നാണ് തോന്നുന്നത്. ഇത് അങ്ങോട്ട് മാറ്റിയാണ്, കിച്ചടി അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. കിച്ചടി അല്ലേ? കിച്ചടി കേട്ടോ. ഇത് നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇഡ്ഡലി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം കേട്ടത്. ഇത് ഇവർ അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാത്രം കാണുന്നത് കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട്. ഇതിൽ നിന്ന് മാറ്റി വെക്കൂട്ടോ. മാറ്റുന്നു. ചൂട് പാർന്ന ഇഡ്ഡലി. കർക്കിടക വാവ് ബലിൻ്റെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന ടൈമിൽ അത്യാവശ്യം ഇരുട്ടുമായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര ഒരു ക്ലൗഡി ഇതിലായിരുന്നു. അപ്പം നിങ്ങൾക്കെല്ലാവരും ഈ ഒരു വീഡിയോ, അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു കർക്കിടക ബലിതർപ്പണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.